നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾ നിനക്ക് എന്താ ഗംഗ തന്നിട്ടുള്ളത്? മഹേട്ടന്റെ ഭാര്യ നീ സ്ഥാനം മാത്രം മതി. 7 ജന്മം എനിക്ക് സന്തോഷിക്കാൻ. ഇനിയുള്ള എന്റെ ജീവിതം മഹേട്ടനും മാളുവിനും ഉള്ളതാ. നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അത് മാത്രം എന്റെ പ്രാർത്ഥന. നീ കൂടെയുള്ളപ്പോ എനിക്കോ മാളുവിനോ ഒരു സങ്കടം ഉണ്ടാവില്ല. അതല്ല മഹേട്ട, ഇന്ന് കോടതിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ വഴിയിൽ വെച്ച് ഗൗരി ചേച്ചിയുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും മുൻപിൽ മഹേട്ടൻ തല കുനിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിനി ഉണ്ടാവാൻ പാടില്ല. അവരോട് എനിക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല ഗംഗെ. അവരെന്റെ ഗൗരിയുടെ അമ്മയും ആങ്ങളെയായിപ്പോയി. ആ ഒരു കാര്യത്തിന്റെ പേരില പലതും ഞാൻ ക്ഷമിക്കുന്നത്. അതെനിക്കറിയാം മഹേട്ട. അത് മഹേട്ടന്റെ വലിയ മനസ്സ്. പക്ഷെ അതിനിയും ആവർത്തിക്കാൻ പാടില്ല. അതിന് ഗൗരി ചേച്ചിക്ക് എന്താ സംഭവിച്ചെന്ന് കണ്ടെത്തണം. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പോലും ആരുടെയും മനസ്സിൽ മഹേട്ടൻ മോശക്കാരനാവാൻ പാടില്ല. കോടതിയുടെ മുമ്പിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് പോലും അത് വിശ്വസിക്കാൻ അവർ തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെയാ? വഴിയുണ്ട് മഹേട്ട. അതിനാദ്യം കണ്ടെത്തേണ്ടത് ഗൗരി ചേച്ചി മരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന. മഹേട്ടനെ വിഷമിപ്പിക്കാനല്ല, മഹേട്ടന്റെ തലയിൽ നിന്നും ഈ പേരുദോഷം എന്നേക്കും ഇല്ലാതാവണം. അതാ എന്റെ ആഗ്രഹം. എനിക്ക് മനസ്സിലായി ഗംഗെ. ഗൗരിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഒരു നിസ്സാര പിണക്കത്തിന്റെ പേരിൽ എന്നെയും കുഞ്ഞിനെയും തനിച്ചാക്കി പോകാനുള്ള ഒരു തീരുമാനം അവൾ എടുക്കുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നീ കരുതുന്ന പോലെ ഒരു ശത്രുവോ മറ്റോ അവൾക്കില്ല. ശരി. പിന്നെ മഹേട്ടാ, ഗൗരി ചേച്ചിയുടെ സാധനങ്ങളെല്ലാം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? ഇല്ല, അവളുടെ കുറച്ച് ഡ്രസ്സുകളും മറ്റും ഇവിടെ ഉള്ളൂ. ഗൗരി ഉപയോഗിച്ചിരുന്ന ഫോണും മറ്റു സാധനങ്ങളും ഗൗരിയുടെ അമ്മ ബാഗിലാക്കി അന്നേ കൊണ്ടുപോയി. അതെന്തൊക്കെയാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അത് എന്താണെന്ന് കണ്ടെത്തണം. അതിലൊരു പക്ഷേ ഗൗരി ചേച്ചിക്ക് എന്താ സംഭവിച്ചത് എന്നതിനുള്ള തെളിവുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു തുമ്പ ആ സാധനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗൗരിയുടെ അമ്മയും ഗോകുലും അതേക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുമോ? അവരുടെ മനസ്സിൽ മഹേട്ടൻ മാത്രമാണല്ലോ തെറ്റുകാരൻ. അതാവും അവർ കൂടുതൽ അന്വേഷിക്കാത്തത്. എങ്ങനെ ഇതിന്റെയൊക്കെ പുറകെ പോയി നീ ഒരു അപകടത്തിലും ചെന്ന് ചാടരുത്. എന്റെ കുഞ്ഞിന് അവളുടെ അമ്മയെ നഷ്ടമായി. ഇനി നിന്നെ കൂടെ നഷ്ടപ്പെടരുത്. ഇല്ല മഹേട്ട, അങ്ങനൊന്നും സംഭവിക്കില്ല. മഹേട്ടൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ. ശരി. ആ ബാഗിൽ എന്താന്ന് കണ്ടെത്തണം. അതിൽ നിന്നും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. ഏത് വിധേനയും സത്യങ്ങൾ കണ്ടെത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.